18 വയസ്സുള്ളപ്പോഴാണ് ഗായിക അമൃത സുരേഷും നടൻ ബാലയും പ്രണയിച്ച് വിവാഹിതരാകുന്നത്. വൈകാതെ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളായെങ്കിലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇരുവരെയും വേർപിരിച്ചു. ബന്ധം നിയമപരമായി വേർപെടുത്തിയതിനു ശേഷവും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. മകളെ കാണാൻ സാധിക്കാത്തതും അവളുടെ കൂടെ ജീവിക്കാൻ കഴിയാത്തതിനും പരാതികളുമായി നിരന്തരം ബാല രംഗത്ത് വരാറുണ്ട്. പല അഭിമുഖങ്ങളിലൂടെയും മകളെക്കുറിച്ച് നടൻ സംസാരിക്കാറുണ്ട്. അടുത്തിടെയും പാപ്പു എന്ന് വിളിക്കുന്ന മകൾ അവന്തികയെക്കുറിച്ച് ചില പരാമർശങ്ങൾ ബാല നടത്തിയിരുന്നു. പിതാവ് തന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ തെറ്റാണെന്നും നടന്ന സംഭവങ്ങൾ ഇതല്ലെന്നും വ്യക്തമാക്കി പാപ്പു രംഗത്ത് വന്നതോടെ വിഷയം കൂടുതൽ വിവാദമായി. മകളുടെ തുറന്നു പറച്ചിൽ തന്നെ വേദനിപ്പിച്ചുവെന്നും ഇനി പാപ്പുവിനെ ശല്യപ്പെടുത്താൻ താൻ ഇല്ലെന്നുമൊക്കെ ബാലയും തുറന്നടിച്ചു. ബാലയുടെ പ്രതികരണം വന്നതിന് പിന്നാലെ മകൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള വിശദാംശവുമായി അമൃതയും രംഗത്ത് വന്നു. ഇതോടെ സോഷ്യൽ മീഡിയയിലെ എല്ലാ ചർച്ചകളും അമൃതയെയും ബാലയും ചുറ്റിപ്പറ്റിയാണ്. സത്യത്തിൽ അമൃതയും കുടുംബവും ഈ വിഷയത്തിൽ നീതി അർഹിക്കുന്നുണ്ടെന്നാണ് പൊതു അഭിപ്രായം. ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറിയാൽ ആണായാലും പെണ്ണായാലും അവർ അർഹിക്കുന്ന ഒരു വേർപിരിയലും ശേഷജീവിതവും കിട്ടുക എന്നത് അവരുടെ അവകാശം കൂടിയാണ്. ഇത്തരത്തിലൊരു ആരാധിക പങ്കുവെച്ച കുറിപ്പ് ഷെയർ ചെയ്തിരിക്കുകയാണ് അഭിരാമി സുരേഷ്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇത് എന്ത് നരകം പിടിച്ചൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യജീവി അവരവരുടെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ കൂടി സഞ്ചരിച്ച് ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ചതിക്കപ്പെട്ടോ ദുരിതങ്ങൾ അഭിമുഖീകരിച്ചോ തളരുമ്പോഴോ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരറ്റമില്ല എന്നത് ഭീകരമായ അവസ്ഥയാണ്. ഒരിക്കൽ ഒരുമിച്ച് ജീവിച്ചിരുന്നു എന്നതുകൊണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പലിശ കിട്ടുക പോലെ അതിന്റെ അവശേഷിപ്പുകൾ ചുമക്കേണ്ടി വരുന്നത് നീതികേടാണ്. ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അത് ആണായാലും പെണ്ണായാലും അവർ അർഹിക്കുന്ന ഒരു വേർപിരിയലും ശേഷജീവിതവും അവരുടെ അവകാശം കൂടിയാണ്. ഒരു ചെറിയ പെൺകുട്ടി ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് അവളുടെ മാതാപിതാക്കളാൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഇൻപാക്റ്റുകളെ വൈകാരികതയോടെ പറയണമെങ്കിൽ അതിന് ചെറിയ പാകപ്പെടലുകൾ ഒന്നും പോരാ. ചെയ്തതിനൊന്നും ലെവലേശം ഉളുപ്പില്ലാതെ സകല വൃത്തികേടും നീതികേടും ന്യായീകരിച്ചു മെഴുകി താനെന്തോ സാധിച്ചു എന്ന പൊള്ളയായ ആത്മാഭിമാനത്തിന് നേരെ വെറുതെ ഒന്ന് നോക്കി ആട്ടി തിരിഞ്ഞു നടക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതിനും അപ്പുറത്തേക്ക് സകല മനുഷ്യരെയും ബോധിപ്പിക്കേണ്ടി വരുന്നത്, ഇവർക്ക് കോടാനുകോടി മനുഷ്യർക്ക് മുമ്പിൽ കണ്ണീരൊഴുക്കേണ്ടി വരുന്നത് ഞാനടങ്ങുന്ന സമൂഹത്തിന്റെ ഗുരുതരമായ വിചാരണയുടെ ഫലമാണ്. അവർ നീതി അർഹിക്കുന്നുണ്ട്. വിവാഹമോചനത്തിന് ശേഷം മകളെ കാണാൻ പോലും മുൻ ഭാര്യയായ ഗായിക അമൃത സുരേഷ് തയ്യാറാകുന്നില്ലെന്നും തന്റെ മകളെ തന്നിൽ നിന്നും അകറ്റുകയാണെന്നും പലപ്പോഴായി നടൻ ബാല ആരോപിച്ചിരുന്നു. അച്ഛനെന്ന തന്റെ അവകാശം അവഗണിക്കുകയാണെന്ന് ബാല ഈയിടെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ബാലയ്ക്കെതിരെ ആദ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് മകൾ. അച്ഛൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് കുട്ടി പറയുന്നു. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ: എൻ്റെ അമ്മയെയും ആൻറ്റിയെയും അമ്മുമ്മയെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും സത്യത്തിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എൻ്റെ കുടുംബം വിഷമിക്കുന്നത് കണ്ട് ഞാൻ മടുത്തു. അതുമാത്രവുമല്ല, എന്നെയും ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട്. എന്നെയും എൻ്റെ അമ്മയെക്കുറിച്ചും തെറ്റായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാർ ഇത് സത്യമാണോ, ശരിക്കും ഇതൊക്കെ നടന്നതാണോ എന്നൊക്കെ ചോദിക്കും. എല്ലാവരും കരുതുന്നത് ഞാനും എൻ്റെ അമ്മയും മോശക്കാരാണെന്നാണ്. എന്നാൽ അതല്ല സത്യം. ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പല അഭിമുഖത്തിലും പറയുന്നുണ്ട് എന്നെ ഇഷ്ടമാണെന്നും എന്നെ ഭയങ്കര മിസ് ചെയ്തു, എനിക്ക് ഗിഫ്റ്റൊക്കെ അയക്കാറുണ്ടെന്നൊക്കെ. ഇതൊന്നും ശരിയല്ല. എൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്കൊരു കാരണം പോലുമില്ല. അത്രയും എന്നെയും എൻ്റെ കുടുംബത്തെയും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹം കുടിച്ചു വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കുഞ്ഞല്ലേ. എൻ്റെ അമ്മ എന്നെ വളരെ നന്നായി നോക്കുന്നുണ്ട്. ഒറ്റ കാര്യത്തിന് പോലും തല്ലിയിട്ടില്ല. അച്ഛനമ്മയെ ഭയങ്കരമായി ദ്രോഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു തവണ അദ്ദേഹം വളരെയധികം മദ്യപിച്ചു വന്നിട്ട് ഒരു ഗ്ലാസ് കുപ്പി എറിഞ്ഞു. എൻ്റെ അമ്മ തടുത്തില്ല എങ്കിൽ അതെൻ്റെ തലയിൽ വന്നിടിച്ചേനെ. ഒരു തവണ കോടതിയിൽ നിന്ന് എന്നെ വലിച്ചിഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു മുറിയിൽ പൂട്ടിയിട്ട് എനിക്ക് ഭക്ഷണം പോലും തന്നിട്ടില്ല. എൻ്റെ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല. ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കരുത്. അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ്. ഇതാണ്